Good morning, friends. This is the second part of Theories of Emotions. Theories of Emotions. First one, James Lack theory, Cannon-Bad theory, operant process, Sketch's two-factor theory, Lazarus theory, facial feedback hypothesis. Cognitive appraisal theories of emotion. This is the process of interpreting or labeling the physiological arousal based on the situation. കോഗ്നിറ്റീവ് അപ്രസൽ തിയറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിറ്റുവേഷനെ എങ്ങനെ കാണുന്നു എന്നതാണ്. ഫോർ എക്സാമ്പിൾ, നാളത്തെ ഒരു എക്സാമിന് ഒരു കുട്ടിക്ക് ഭയങ്കര ഫിയറാണ്. ആ കുട്ടി നാളത്തെ എക്സാമിന് ഒരു ഫിയർ ആയിട്ടാണ് കാണുന്നത്. മറിച്ച് വേറൊരു കുട്ടി ആ എക്സാമിന് ഭയങ്കര സില്ലി ആയിട്ടാണ് കാണുന്നത്. ഇതാണ് കോഗ്നിറ്റീവ് അപ്രസൽ തിയറി എന്ന് പറയുന്നത്. ഈ കോഗ്നിറ്റീവ് അപ്രസൽ തിയറിൻ്റെ കീഴിലാണ് സ്കാച്ചേഴ്സ് ടു-ഫാക്ടർ തിയറിയും ലസാറസ് തിയറിയും. Fourth one, Sketch's two-factor theory. This theory, also known as Sketcher-Singer theory, emotion-provoking events produce increased arousal. In response to this feeling, men then search the external environment in order to identify the cause behind them. സ്കാച്ചേഴ്സ് ടു-ഫാക്ടർ തിയറി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു ഫിസിക്കൽ അറോസൽ ഉണ്ടാവും. പിന്നെ നമ്മൾ അതിനെ ഒരു എൻവിറോൺമെൻറ്റും ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഇമോഷൻ ഉണ്ടാകുന്നതിനെയാണ് സ്കാച്ചേഴ്സ് ടു-ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ആദ്യം ഒരു ഇവൻ്റ് ഉണ്ടാവും, ദെൻ ഫിസിയോളജിക്കൽ അറോസൽ, ദെൻ കോഗ്നിറ്റീവ് ലാബൽ, ദെൻ ഇമോഷൻ. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ, ഒരാളൊരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ അയാൾ പെട്ടെന്നൊരു പുറകിൽ നിന്നൊരു സൗണ്ട് കേട്ടു. അപ്പോൾ അയാൾ ഹേർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഫിസിയോളജിക്കൽ അറോസൽ. പിന്നെ അയാളത് കോഗ്നിറ്റീവ് ലാബായി കണ്ട് നോക്കുന്നുണ്ട്. ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് അയാൾ തിങ്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഇമോഷൻ വരുന്നതിനെയാണ് സ്കാച്ചേഴ്സ് ടു-ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. Fifth one, Lazarus cognitive theory. This theory suggests that our emotional response are not direct reaction to events, but rather than immediate by our cognitive interpretation of these events. Lazarus cognitive theory എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷൻ ഇവൻ്റ് പ്രൊവോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് പെർസീവ് ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് കോഗ്നിറ്റീവ് അപ്രൈസലാണ്. നമ്മൾ ആ സിറ്റുവേഷനെ വിലയിരുത്തുക എന്ന പ്രോസസ്സാണ് നടത്തുന്നത്. വിലയിരുത്തതിന് ശേഷം ഇമോഷൻ വരുന്നതിനെയാണ് ലസാറസ് കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഡേഞ്ചർ സ്റ്റിമുലസിനെ പെർസീവ് ചെയ്ത ഉടനെ ഇത് ഡേഞ്ചർ ആണെന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യുകയും അത് കാരണം നമ്മുടെ ഇമോഷൻ വരുന്നതിനെയാണ് ലസാറസ് കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത്. ലസാറസ് കോഗ്നിറ്റീവ് തിയറിയിൽ രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട്, പ്രൈമറി അപ്രൈസൽ ആൻഡ് സെക്കൻഡറി അപ്രൈസൽ. പ്രൈമറി അപ്രൈസൽ, ദ ഇനീഷ്യൽ അസസ്മെൻറ്റ് ഓഫ് ഇവൻറ്റ്. Secondary appraisal, if the primary appraisal identify a stressful event, secondary appraisal come into play. Sixth one, facial feedback hypothesis. This hypothesis suggests that changing our facial expression sometimes produce shifting over emotional experience. അതായത് നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളെ ഇമോഷനും ഷിഫ്റ്റ് ആവാം. അതായത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ള വീഡിയോ എന്തെങ്കിലും കണ്ടിട്ട് ഫേസ് സ്മൈൽ ചെയ്തിട്ട് അത് നമ്മളെ ബ്രെയിനിൽ ഹാപ്പിനെസ് ആണെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളെ ഇമോഷൻസ് ചേഞ്ച് ആവാം. In other research suggests that changing our bodily posture or even the tone of our voice may influence emotional experience. In view such of finding, the facial feedback hypothesis has been renamed the peripheral feedback effect. Other research സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വോയിസിൻ്റെ ടോണ്, ബോഡി പോസ്ചറൊക്കെ മാറ്റിയാൽ അത് നമ്മളെ ഇമോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫൈൻഡിങ്ങോട് കൂടിയിട്ട് ഇതിൻ്റെ ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് മാറ്റിയിട്ട് പെരിഫറൽ ഫീഡ്ബാക്ക് എഫക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇറ്റ്സ് ആൾ അബൌട്ട് തിയറീസ് ഓഫ് ഇമോഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.